ഈ സ്വർണം, വെള്ളി, ഈ ആഭരണങ്ങളൊക്കെ ചോദിച്ചു വാങ്ങണം. എന്നിട്ട് അത് വാങ്ങി നിങ്ങളുടെ മക്കളെ ധരിപ്പിക്കണം. അങ്ങനെ ഈജിപ്തുകാരെ നിങ്ങൾ കൊള്ളയടിക്കണം. ഇത് സോഷ്യൽ മീഡിയയിൽ വളരെ വിവാദമാക്കുന്ന ഒരു വിഷയം. അതായത് യഹോവ കൊള്ളയടിക്കുന്ന ദൈവം, ഇതാണ് വിഷയം. യഹോവ കൊള്ളയടിക്കുന്ന ദൈവം, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊള്ള ചെയ്യാൻ പറയുന്ന ദൈവം. ഇതൊരു ഗോത്രത്തിന്റെ ദൈവമാണ്. അതുകൊണ്ടാണ് ഈജിപ്ത് ഗോത്രത്തോട് ദൈവം അനീതി കാണിക്കുന്നു, എന്നാൽ ഇസ്രായേൽ ഗോത്രത്തോട് ദൈവം ഒരു അനുകമ്പ കാണിക്കുന്നു. അങ്ങനെയാണ് ഇസ്രായേൽ ഗോത്രത്തിന് അല്ലെങ്കിൽ ഇസ്രായേലിലെ ജനത്തിനോട് ദൈവം പറയുന്നു, നീ ഈജിപ്തുകാരെ കൊള്ളയടിക്കണം. അപ്പോൾ ഒരിക്കലും ഇതൊരു സർവാധിപനായ ദൈവമല്ല, ഒരു ഗോത്രത്തിന്റെ ദൈവമാണ്, അല്ലെങ്കിൽ ഒരു പ്രാദേശിക ദൈവം മാത്രമാണ്. ഇതാണ് പലപ്പോഴും നിരീശ്വരവാദികൾ വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദം. കാരണം ഈ ദൈവം എന്ത് ചെയ്യുന്നു? ഒരു ജനത്തെ കൊള്ളയടിക്കാൻ കൽപ്പിക്കുന്നു മറ്റൊരു ജനത്തോട്. അപ്പൊ ഇത് കൊള്ളയടിക്കുന്ന ദൈവമല്ലേ നിങ്ങളുടെ ദൈവം എന്നൊരു ചോദ്യം പൊതുവെ വരും. തുടക്കം ഞാൻ പറഞ്ഞു, സാമ്പത്തിക മേഖല നമ്മളെ